ഇവരെ റിലേഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ലേഡി പറയുന്നുണ്ട്. പക്ഷേ അതിനെ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശമായി പോയെന്ന് തോന്നുന്നു. പക്ഷേ ബിഗ് ബോസിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ കറക്റ്റ് ഒരു പോയിന്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകത്ത് ഈ ഹെട്രോസെക്ഷൽസും ഹോമോസെക്ഷൽസും മാത്രമല്ല ഉള്ളത്, ബൈസെക്ഷൽസും ഉണ്ട്. ഒരേ സമയം ആണിനോടും പെണ്ണിനോടും വികാരം ഉണ്ടാകുന്ന ആൾക്കാരും ഉണ്ട്. സെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്. അത് പ്യുവർലി സ്ട്രൈറ്റ് മുതൽ പ്യുവർലി ഗേ വരെയുള്ള ഒരു സ്പെക്ട്രമാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരാൾ പോലും 100% വൺ സൈഡ് വികാരമുള്ള ആൾക്കാരല്ല. ചെറിയ രീതിയിലെങ്കിലും സെയിം സെക്സിനോട് ഒരു അട്രാക്ഷനുള്ള ആൾക്കാരായിരിക്കും, ഞാൻ ഉൾപ്പെടെ. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാത്ത ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് ഇപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതിപ്പോൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ ഒരു കഴപ്പ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരിക്കലും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാര്യം ഹെട്രോസെക്ഷൽസിന് ഒരിക്കലും ഹോമോസെക്ഷൽ ആവാൻ കഴിയില്ല എന്നൊക്കെ. പക്ഷെ എല്ലാ ഹെട്രോസെക്ഷൽസും 100% വൺ സൈഡ് മാത്രം വികാരമുള്ള ആൾക്കാരല്ല. ഓക്കെ. പിന്നെ ഇപ്പം തന്നെ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ടീനേജേഴ്സിലുള്ള ആൾക്കാർക്കായിരിക്കും. മെയിനായിട്ട് ഇതിൻ്റെ ക്യൂരിയോസിറ്റി കൂടുക, സെയിം സെക്സ് എങ്ങനെ, ഓപ്പോസിറ്റ് സെക്സ് എങ്ങനെയാന്നൊക്കെ. പിന്നെ അവരുടെ സിറ്റുവേഷൻസ്, മെയിനായിട്ട് ഇപ്പോൾ ഹോസ്റ്റൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ, പിന്നെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം കൂടെ കൂടുന്ന സമയത്ത് മേ ബി ഇതിനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഇതൊക്കെ നോർമൽ ആണെങ്കിൽ കേട്ടോ, ഇതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ. പക്ഷേ കംപ്ലീറ്റ്ലി പ്യുവർലി ഒരാൾ ഗേ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആണെങ്കിൽ അവരെ പിന്നെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് കാര്യമല്ല. അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സ്. അവരെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ. പക്ഷേ ഇതിൽ കഴപ്പ് കാണിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കൊരു പ്രോത്സാഹനമാവരുത്, അത്രയേ ഉള്ളൂ. നമ്മളൊരു ആർഗ്യുമെന്റ് ബേസിലൊന്നും വീഡിയോ ചെയ്തതല്ല, ജസ്റ്റ് ഒരു